പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇതൊരു മാങ്ങയായിട്ട് തോന്നും അല്ലേ? പക്ഷേ എനിക്കിതങ്ങനല്ല. എൻ്റെ വലിയൊരു ഓർമ്മയാണ്. ഞാൻ ആദ്യമായിട്ട് ഈ മാങ്ങ കഴിക്കുന്നത് എൻ്റെ കൂട്ടുകാരി ദീപയുടെ വീട്ടിൽ നിന്ന്. ദീപയുടെ വീട്ടിൽ നിന്ന് കഴിച്ചെന്ന് മാത്രമല്ല, ഞാൻ പോരുമ്പോൾ ദീപ എനിക്ക് കുറച്ച് മാങ്ങ പൊതിഞ്ഞ് തന്നു. ദീപയുടെ വീട്ടിൽ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ കൂടാറുണ്ട്. കാര്യം ദീപയുടെ അമ്മയും അച്ഛനും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആരുമില്ല. അവിടെ ഞങ്ങളുടെ ഒരു ലോകമാണ്. കോളേജിൽ സമരമൊക്കെ ഉള്ള ദിവസം ഞങ്ങൾ പോകുന്നത് ദീപയുടെ വീട്ടിലേക്കാണ്. വേറെ എവിടെയും പോകത്തില്ല. ബാക്കി എല്ലാവരുടെയും വീട് ദൂരെയാണ്. എൻ്റെ, ഗീതയുടെ, ശ്രീലതയുടെ ഒക്കെ വീട് ദൂരെയാണ്. അപ്പം ഞങ്ങൾ ദീപയുടെ വീട്ടിൽ പോയി കനകാമ്പരപ്പൂവൊക്കെ പിച്ചി കെട്ടി മാങ്ങയൊക്കെ തിന്ന് അവിടെയുള്ള സാധനങ്ങളെല്ലാം തിന്നു. അപ്പോൾ ദീപയുടെ കൊച്ചച്ഛന് ഞങ്ങളോട് വലിയ സ്നേഹമാണ്. എന്നെ ജയശ്രീ പിള്ളയെ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ദീപയുടെ കൊച്ചച്ഛനാണെങ്കിൽ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങളവിടെ ഒരു 10-12 ദിവസം അവിടെ ഒരുമിച്ച് അവിടെ ഇരുന്ന് പഠിക്കുമായിരുന്നു. അന്നെല്ലാം ദീപയുടെ അമ്മ ജോലി ഉണ്ടായിട്ടും എല്ലാം ഞങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടാണ് പോകുന്നത്. ഇന്ന് ഞാൻ വിചാരിക്കും, നമ്മൾ ജോലിയൊക്കെ ഉള്ളവരാ, നമ്മുടെ മക്കളുടെ 4 കൂട്ടുകാർ വരുന്നെന്ന് പറയുമ്പം ഇത് ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ പോകാനുള്ള മനസ്സ് എത്ര അമ്മമാർക്കുണ്ടാവും. അപ്പം അതുപോലെ ഈ മാങ്ങയെപ്പോലെ ഈ മാങ്ങ എനിക്ക് കാണുമ്പോൾ ദീപയെ ഓർമ്മ വരുന്നത്. ഈ മാങ്ങയുടെ ടേസ്റ്റ് അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാങ്ങയാണ്. ഈ മാങ്ങ ഈക്വൽ ടു ദീപയാണ്. അതുപോലെ എനിക്ക് ദീപയെ ഏറ്റവും നൊസ്റ്റാൾജിക്കായിട്ട് വന്ന മറ്റൊരു സാധനമാണ് ഇത്, മസാല കുക്കീസ്. ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ദീപയുടെ വീട്ടിൽ നിന്ന്. ഇത് മാത്രമല്ല, വേറെ ചില സാധനങ്ങളും ആദ്യമായിട്ട് കഴിക്കുന്നത് ദീപയുടെ വീട്ടിൽ നിന്ന്. അത് ഞാൻ പിന്നെ പറയാം. ഇത് ദീപയുടെ കൊച്ചച്ഛൻ ഞങ്ങൾക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾ ക്ഷീണിക്കുമ്പം ഞങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ അത് എനിക്ക് അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. ഈ സാധനം എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കും. അന്നത്തെ ആ ടേസ്റ്റ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഇനി എൻ്റെ കൂട്ടുകാരെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളുമായിട്ട് പിന്നൊരു ദിവസം പറയാം.